പ്രിയ സുഹൃത്തുക്കളെ, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വയലുകൾ, പാടത്തും പറമ്പിലും പകലന്തിയോളം പണിയെടുക്കുന്ന കർഷകൻ, കൃഷിയെക്കുറിച്ചും കർഷകനെക്കുറിച്ചും ഓർക്കുമ്പോൾ നമ്മിൽ പലരുടെയും മനസ്സിൽ ആദ്യമെത്തുന്ന ദൃശ്യങ്ങൾ ഇവയായിരിക്കും. എന്നാൽ കാലമിന്ന് ഏറെ മാറിയിരിക്കുന്നു. അതിനനുസരിച്ച് കൃഷിയുടെ കോലവും മാറി മാറി വരുന്നു. മണ്ണിനോട് മല്ലിടുന്നവൻ മാത്രമല്ല ഇന്നത്തെ കർഷകൻ. പരമ്പരാഗതമായ കൃഷിരീതികളെയോ മഴയും വെയിലും പോലുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയോ ആശ്രയിക്കാതെ നൂറുമേനി കൊയ്യാവുന്ന കൃഷിരീതികൾ ആധുനിക മനുഷ്യൻ കണ്ടെത്തിക്കഴിഞ്ഞു. പഴയ കാലത്തിൻ്റെ ഈ കൃഷിരീതികൾ പലതിനും അതിവിശാലമായ കൃഷിയിടങ്ങളോ ഒട്ടനവധി പേരുടെ അധ്വാനമോ ആവശ്യമില്ല. കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ വരുമാനം എന്നതാണ് ഇത്തരം കൃഷിരീതിയുടെ പൊതുവായ പ്രത്യേകത എന്ന് പറയാം. സെറികൾച്ചർ, അക്വാകൾച്ചർ, മഷ്റൂം കൾച്ചർ, ഫ്ലോറികൾച്ചർ, ക്യൂനികൾച്ചർ, ഏവികൾച്ചർ, എപ്പികൾച്ചർ തുടങ്ങിയ ഇത്തരം അനവധി കൃഷിരീതികൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇവയിൽ ഏറ്റവും പഴക്കം ചെന്ന കൃഷിരീതിയാണ് സെറികൾച്ചർ. പട്ടുനൂൽ കൃഷിയുടെ സുദീർഘമായ ഒരു ചരിത്രം തന്നെയാണ് പട്ടുനൂൽ കൃഷിക്കുള്ളത്. പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ അണിയുന്നത് മനുഷ്യർ. മനുഷ്യന് വേണ്ടി വസ്ത്രങ്ങൾ ഉണ്ടാക്കാനായി നൂൽ നൂൽക്കുന്നത് പുഴുക്കൾ. എന്തൊരു അത്ഭുതം അല്ലേ! വാസ്തവത്തിൽ മനുഷ്യന് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല പട്ടുനൂൽ പുഴുക്കൾ നൂലുണ്ടാക്കുന്നത്. ശലഭമാകുന്നതിന് മുമ്പുള്ള സമാധിഘട്ടത്തിൽ പുഴുക്കൾക്ക് കഴിയാൻ വേണ്ടി അവയുണ്ടാക്കുന്ന കൂടാണ് കൊക്കൂൺ. മൽബറിയുടെ ഇലകൾ ഭക്ഷണമാക്കിയ സിൽക്ക് വേം എന്ന ഇനം പുഴുക്കൾ കൊക്കൂൺ ഉണ്ടാക്കാനായി പ്രത്യേകതരം സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. വായു സഞ്ചാരമേൽക്കുന്നതോടെ ഈ ജൈവനാരുകൾ ഉറച്ച് കട്ടിയാവുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പട്ടുനൂൽ. തിളക്കമാർന്നതും ഈടുറ്റതുമാണ് പട്ടുനൂൽ. ആസിഡുകൾക്ക് പോലും ഇവയെ നശിപ്പിക്കാനാവില്ല. ഇത്രയും സവിശേഷതകൾ ഉള്ളതുകൊണ്ട് തന്നെ മുന്തിയ വസ്ത്രങ്ങളുണ്ടാക്കാൻ ഏറെ അനുയോജ്യമാണ് ഇവ. 1 കിലോഗ്രാം സിൽക്ക് ഉൽപ്പാദിപ്പിക്കാൻ 100 കിലോയോളം മൾബറി ഇലകൾ തിന്നുന്ന 3000 പട്ടുനൂൽ പുഴുക്കളുടെ നൂലുകൾ വേണം. താപനില പ്രത്യേകമായി സജ്ജീകരിച്ച മുറിയിലാണ് കാർഷിക അടിസ്ഥാനത്തിൽ പട്ടുനൂൽ പുഴുക്കളെ വളർത്തുക. ട്രേകളിൽ പാരാഫിൻ പേപ്പർ വിരിച്ച് അവയുടെ മുട്ടകൾ നിരത്തുന്നു. അതിനു മുകളിൽ മെഴുകുകടലാസ് വിരിക്കും. 9-10 ദിവസങ്ങൾക്കുള്ളിൽ മുട്ട വിരിഞ്ഞ് പുഴുക്കൾ പുറത്തു വരും. 4-5 ദിവസങ്ങൾക്കകം ഇവയ്ക്ക് തീറ്റയായി മൽബറിയുടെ തളിരിലകൾ നൽകി തുടങ്ങും. വളർച്ചയ്ക്കനുസരിച്ച് ഇലയുടെ അളവ് കൂട്ടും. 30 ദിവസം പ്രായമെത്തും വരെ മൽബറി ഇലകൾ തിന്ന് വിശ്രമിച്ചും വളരുന്ന പുഴുക്കൾ മാംസ്യനാരുകൾ ഉൽപ്പാദിപ്പിച്ച് പ്രത്യേക നൂൽക്കവചം, അതായത് കൊക്കൂൺ നിർമ്മിക്കും. ഈ അവസ്ഥയിൽ അവ ശേഖരിച്ച് നീരാവിയിൽ വെച്ച് ഉള്ളിൽ പൂപ്പയെ നശിപ്പിക്കുന്നു. ഈ പ്രക്രിയയെ സ്റ്റൈഫ്ലിംഗ് എന്നാണ് പറയുക. ചർക്ക, ഫിലേച്ചർ എന്നീ ഉപകരണങ്ങളുടെ സഹായത്താൽ നൂലുകൾ വേർപെടുത്തി നിറം നൽകി വസ്ത്രങ്ങൾക്കനുയോജിച്ച രൂപം ഉണ്ടാക്കിയെടുക്കാം. ഒരു ഗ്രാമ വ്യവസായമായും കൃഷിയായും ഇന്ന് സെറികൾച്ചർ കർണാടകയിലും പശ്ചിമ ബംഗാളിലും കാശ്മീരിലും മാറിക്കഴിഞ്ഞു. സിൽക്ക് ബോർഡിൻ്റെയും സെറിഫെഡിൻ്റെയും സഹകരണത്തോടെ കേരളത്തിലെ പട്ടുനൂൽ കൃഷിയും പുരോഗമനത്തിൻ്റെ പാതയിലാണ്. മത്സ്യങ്ങൾ, മോളസ്കുകൾ, ജലസസ്യങ്ങൾ തുടങ്ങി വെള്ളത്തിൽ വളരുന്ന ജീവികളെ ശാസ്ത്രീയമായി വളർത്തുന്നതാണ് അക്വാകൾച്ചർ. അക്വാകൾച്ചറിന് അക്വാ ഫാമിംഗ് എന്നും പേരുണ്ട്. അക്വ എന്ന ലാറ്റിൻ വാക്കിന് ജലം എന്നാണ് അർത്ഥം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ അക്വാകൾച്ചർ ആരംഭിച്ചിരുന്നു. വളരെ പണ്ടേ ഓസ്ട്രേലിയയിൽ ഈൽ മത്സ്യത്തെയും ജപ്പാനിൽ പായൽ ചെടികളെയും കൃഷി ചെയ്തതിന് തെളിവുകളുണ്ട്. ഇന്ന് അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ചൈനയാണ് മുന്നിൽ. ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഫിലിപ്പീൻസ്, കൊറിയ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ജപ്പാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലും അക്വാകൾച്ചർ വ്യാപകമാണ്. ഉപ്പുജലത്തിലെയും ശുദ്ധജലത്തിലെയും അതേ അവസ്ഥ നിലനിർത്തിയാണ് അക്വാകൾച്ചർ നടത്തുന്നത്. മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ പണ്ടു മുതലേ ഇടം പിടിച്ചവയാണ് മത്സ്യങ്ങൾ. ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പേ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി ചൈനയിലുണ്ടായിരുന്നു.
ചരിത്രാതീത കാലം മുതൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ മത്സ്യം വളർത്തിയിരുന്നു എന്ന് ചരിത്രം പറയുന്നു. കാലം കഴിഞ്ഞതോടെ മത്സ്യകൃഷി കൂടുതൽ ശാസ്ത്രീയമായ മത്സ്യകൃഷിയെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഹാച്ചറി നിർമ്മിക്കുക, ശാസ്ത്രീയമായ രീതിയിൽ പ്രജനനം നടത്തുക, വളരാൻ ആവശ്യമായ ചുറ്റുപാടുകൾ സൃഷ്ടിക്കുക എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഫിഷ് ഫാമിംഗ് എന്നും ഫിഷ് കൾച്ചർ എന്നും പിസികൾച്ചർ അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രധാന മത്സ്യകൃഷികളെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. പുരാതന കാലം മുതലേ മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ ഇടം പിടിച്ചതാണ് കൂൺ. മാംസ്യം ധാരാളമുള്ള കൂൺ ഒരു ജനകീയ ഭക്ഷണമാണെന്ന് തന്നെ പറയാം. പുരാതന ഗ്രീക്കുകാർ യോദ്ധാക്കൾക്ക് സമരവീര്യം പകരാൻ കൂണുകൾ നൽകിയിരുന്നതായി പറയപ്പെടുന്നു. റോമാക്കാർ കൂണുകളെ വിശുദ്ധ ആഹാരമായി കരുതിയിരുന്നു. ഭക്ഷ്യയോഗ്യമായ കൂണുകളെ അനുകൂല ചുറ്റുപാടിൽ വളർത്തിയെടുക്കുന്ന രീതിയാണ് മഷ്റൂം കൾച്ചർ. ചിപ്പിക്കൂണുകൾ എന്നിവയാണ് പ്രധാനമായും വളർത്തുന്നത്. ആഗോള തലത്തിൽ ആദ്യമായി കൂൺ കൃഷി ആരംഭിച്ചത് 16-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലാണ്. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലും ഇന്ത്യയിലും കൂൺ കൃഷിയും ഗവേഷണങ്ങളും ആരംഭിച്ചു. ഇന്ന് ചെറുകിട കൃഷി എന്ന രീതിയിൽ കേരളത്തിലും ഇത് വ്യാപകമാണ്. ഭൂമിയിൽ ഏകദേശം 45,000 കൂണിനങ്ങൾ കണ്ടെത്തിയെങ്കിലും അവയിൽ ഭക്ഷ്യയോഗ്യമായവ ഏകദേശം 2,000 ഇനങ്ങൾ മാത്രമാണ്. ഇന്ത്യയിൽ ആദ്യമായി കൂൺ കൃഷിയെപ്പറ്റി പഠനം നടത്തിയത് 1908 സർ ഡേവിഡ് ബ്രെയിൻ എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൂൺ കൃഷി ആരംഭിച്ചത് 1960-ലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ചികിത്സാ വിദ്യകളിലൊന്നാണ് നമ്മുടെ തനത് ചികിത്സാ രീതിയായ ആയുർവേദം. നമ്മുടെ നാട് ഔഷധ സസ്യങ്ങളുടെ കലവറയായിരുന്നത് കൊണ്ടാണ് ആയുർവേദം ഭാരതത്തിൽ വളർന്ന് പന്തലിച്ചത്. വേദങ്ങളും ഉപനിഷത്തുകളും ഉണ്ടായ കാലം മുതൽ ഈ സസ്യസമ്പത്ത് തിരിച്ചറിഞ്ഞ പൂർവികർ മാരകമായ രോഗങ്ങൾക്കെതിരെയും ആരോഗ്യ സംരക്ഷണത്തിനായും ഇവ ഉപയോഗിച്ചിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞതോടെ പല ഔഷധ സസ്യങ്ങളുടെയും ലഭ്യത നമ്മുടെ നാട്ടിൽ കുറഞ്ഞു. ഇതാണ് ഔഷധ സസ്യ കൃഷി എന്ന പുതിയ കൃഷിമേഖലയിലെ വികസിപ്പിക്കുവാൻ കാരണമായത്. വളരെയേറെ വാണിജ്യ സാധ്യതയുള്ള കൃഷിരീതിയാണ് ഔഷധവേദങ്ങൾ, സിദ്ധവൈദ്യം, യുനാനി എന്നീ കേരളത്തിലെ ധാരാളം കർഷകർ അവരുടെ ഔഷധ സസ്യങ്ങൾ ഉപയോഗിക്കുന്നു. കറ്റാർ വാഴ, വയൽച്ചുള്ളി, കീഴാർനെല്ലി, ചിറ്റാടലോടകം, കിരിയാത്ത്, പുളിയാറില, തിപ്പലി, ബ്രഹ്മി, പനിക്കൂർക്ക, ആര്യവേപ്പ്, കൂവളം, തുളസി, മാതളം, നെല്ലിക്ക, പൂവരശ്, ശതാവരി, ചക്കരക്കൊല്ലി, പച്ചോളി, ചെത്തി, കൊടുമ്പേലി, ചിറ്റരത്ത, കസ്തൂരിവെണ്ട, കരച്ചാലൻ, രാമച്ചം, മൂവില, ചെറുവഴുതന, യൂക്കാലിപ്റ്റസ്, കറുക, സഫേദ് മുസ്ലി എന്നിങ്ങനെ ഒട്ടനവധി ഔഷധ സസ്യങ്ങൾ കൃഷിക്കായി ഉപയോഗിച്ചിരുന്നു. ഫ്ലോറികൾച്ചർ. അലങ്കാരത്തിനായി പണ്ട് മുതൽക്കേ മനുഷ്യൻ പൂക്കൾ ഉപയോഗിച്ചിരുന്നു. മനുഷ്യന് പൂക്കളോടുള്ള താല്പര്യം അത് കൃഷി ചെയ്യാനും അവനെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് ഫ്ലോറികൾച്ചർ അഥവാ പുഷ്പകൃഷി വ്യാപകമാകുന്നത്. ഇന്ത്യയിൽ മുഗൾ രാജാക്കന്മാരുടെ വരവാണ് പൂന്തോട്ട വികസനത്തിന് വഴിതെളിച്ചത്. തോട്ടങ്ങളെയും പൂക്കളെയും സ്നേഹിച്ചിരുന്ന ബാബർ AD 1526 മുഗൾ സാമ്രാജ്യം പടുത്തുയർത്തിയതോടുകൂടി പുഷ്പകൃഷി അഭിവൃദ്ധി പ്രാപിച്ചു. പേർഷ്യൻ റോസാച്ചെടി ഭാരതത്തിൽ കൊണ്ടുവന്നത് ബാബറാണ്. തുടർന്ന് വന്ന ഭരണാധികാരികളും ഈ രീതി തുടർന്നു. ഇന്ന് ആഗോളതലത്തിൽ മിക്ക രാജ്യങ്ങളിലും പുഷ്പവിപണി കയറ്റുമതിയും വ്യാപകമാണ്. 50-ലധികം രാജ്യങ്ങൾ പുഷ്പകൃഷിയിൽ വ്യാപൃതരാണ്. കോടിക്കണക്കിന് രൂപയുടെ വിപണിയാണ് പൂക്കൾക്കും അലങ്കാര ചെടികൾക്കുമുള്ളത്. ആഭ്യന്തര ഉപയോഗത്തിനായി മാത്രം ഇന്ത്യയിൽ പുഷ്പകൃഷിയുണ്ട്. കർണാടകത്തിലെ ബാംഗ്ലൂർ പ്രധാനപ്പെട്ട ഒരു പുഷ്പ കയറ്റുമതി കേന്ദ്രമാണ്. പുഷ്പകൃഷി രംഗത്ത് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് മുമ്പിൽ. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കൃഷി ചെയ്യുന്നവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.